ആഷിഖ് എന്ന് പറഞ്ഞ എന്താ കാരണം അറിയത്തില്ല, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. ആഷിഖിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആണ് ഈ തീർച്ചയായിട്ടും അവൻ ഇല്ലാതായപ്പം പിന്നെ നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവനെ ബിഗ് സ്ക്രീൻ കാണുന്നത് അവൻ്റെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം, അത് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. തുടങ്ങി ഇത് ഇങ്ങനെ തിയേറ്ററിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പല പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചു. അവർക്ക് പറയുന്നത് ആർട്ടിസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഈ പടം എടുത്തിട്ട് കാര്യമില്ല. ഒത്തിരി പേർ ഞങ്ങളൊരു 3 മാസം ഇതിനു വേണ്ടി തന്നെ നമ്മൾ കണ്ടിന്യൂസ് എടുക്കാൻ ബിസിനസിന്റെ ഇടയ്ക്ക് സെന്റിമെന്റ്സ് ഒന്നും ആരും നോക്കില്ല. സ്റ്റോറി നമ്മൾ പറഞ്ഞു ഇതിന് 100% കണ്ടന്റ് ഉണ്ട്, നമ്മൾ കാണിക്കും, ഞങ്ങളെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ 100% വിശ്വസിച്ച് പറയുമെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിനെ കുറിച്ച്. ഒരു വലംപിരി ശംഖ് വീട്ടിൽ വെച്ചാൽ എന്താണ് ഗുണം, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറെ മലയാളികളുണ്ട്. എന്താണ് ഗുണം വലംപിരി ശംഖിന്റെ? ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ ഇങ്ങനെ ഒരു ശംഖ് ഇരിക്കുന്നതാണ്. ഞാൻ ചേച്ചി ഇതൊക്കെ വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകം, പിന്നെ നല്ല സാധനം ഓടാൻ ഇത് എവിടുന്ന് മേടിച്ചാന്ന് ചോദിച്ചു. ഇത് നാപ്റ്റോളിൽ നിന്ന് മേടിച്ചാൽ മതി. ഏകദേശം 4999 രൂപ. അങ്ങനെ സീരീസ് കണ്ടന്റ് ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്തെങ്കിലും സിനിമ ആയി കഴിഞ്ഞ സംഭവം വേറെ ആയിരുന്നു. ഇതിനകത്തൊരു 21 പേരാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിലൊരു 18 പേർക്കും ഒരേ പ്രാധാന്യമാണ്. ഈ ആദ്യം കാണുന്ന അവസാനം ഇതിന് എന്താണെന്ന് അറിയാവുള്ളൂ. അത് ഞങ്ങളുടെ ഭാഷയായിരുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് എവ്രിവൺ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. എൻ്റെ പേര് സസ്ന. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് വലംപിരി ശംഖ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ടീം വലംപിരി ശംഖ് ആണ്. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഈ വലംപിരി ശംഖ് എന്ന് പറയുന്ന പേര് ഭയങ്കര നല്ല മലയാളിത്തമുള്ളൊരു പേരാണ്, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണ്. എന്തുകൊണ്ടാണ് മൂവിക്ക് ഈ ഒരു പേരിടാൻ കാരണം? നമ്മുടെ ഈ ഒരു കഥയോട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പേര് അതാണ് തോന്നി. അതായത് ഈ കഥയിലൊരു 4 പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഒരു ശംഖ്, മറ്റ് 3 പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ ശംഖിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലംപിരി ശംഖ്. നമ്മളെല്ലാവർക്കും അറിയാമായിരിക്കും ഈ വലംപിരി ശംഖ് എന്താണ്, ഒരു വലംപിരി ശംഖ് വീട്ടിൽ വെച്ചാൽ എന്താണ് ഗുണം, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറേ മലയാളികളുണ്ട്. എന്താണ് ഗുണം വലംപിരി ശംഖിന്റെ? സത്യത്തിൽ ഗുണമുണ്ടാവില്ല, എങ്കിലും ഒരു വിശ്വാസമുണ്ട്. അത് വെച്ചാൽ, അത് വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ ഐശ്വര്യം കിട്ടും, സമ്പത്ത് കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ വലംപിരി ശംഖ് എന്നുള്ള പേരിടാൻ തന്നെ ഒരു പ്രത്യേക കാരണമുണ്ട്. കാര്യം ഞങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താണ് നമുക്കൊരു പേര് വേണ്ടത് ഞങ്ങൾ ആലോചിച്ചു. ഏകദേശം ഒരു മാസത്തോളം സ്ക്രിപ്റ്റെല്ലാം കഴിഞ്ഞു. പേരിന് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് പല പേരുകൾ ഇട്ടൊന്നും ഒന്നും പറ്റുന്നില്ല. ഈ യാദൃശ്യമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരെ 1 കിലോമീറ്റർ മാടി ഒരു വീട്ടിൽ ഞാൻ ചെല്ലുന്ന സാഹചര്യം ഉണ്ടായി. ആ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിലിങ്ങനെ ഒരു ശംഖ് ഇരിക്കുന്നത് കണ്ടു. എന്നാലും ഞാൻ അവിടുത്തെ ആൻറ്റിയോട് ചോദിച്ചത് എന്താണ് ഈ ശംഖ് ഇരിക്കുന്നത്, നമുക്കറിയത്തില്ലല്ലോ ഇതെന്താണെന്ന്. ഇതൊക്കെ വെച്ചാൽ നല്ല ഐശ്വര്യമാണ്, അന്നേരം വിശ്വാസമാണ്. ഞാനതിനെക്കുറിച്ച് തിരക്കി. അന്നേരം അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി ഇറങ്ങി വന്നു. ആൻറ്റി എന്ന് പറഞ്ഞ പ്രായമുണ്ട്. ചേച്ചി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതൊക്കെ വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകം, പിന്നെ നല്ല സാധനം ഓടാൻ മോനെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ചേച്ചി പോകുന്ന രാത്തോട് കയറുന്ന എടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി ഇതെന്താണ്, ഇതെവിടുന്ന് മേടിച്ചാന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞു ഇത് നാപ്റ്റോളിൽ നിന്ന് മേടിച്ചാൽ മോനെന്ന്. ഞാൻ നാപ്റ്റോളിൽ നിന്നോ? നാപ്റ്റോൾ എത്രയാണ്? അതിന് ഞാൻ ചേച്ചി എത്ര ചേച്ചി വില? പറഞ്ഞു ഏകദേശം 4999 രൂപയുള്ളതെന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതും ഇപ്പോഴത്തെ തലമുറയിൽ ആൾക്കാർ, അതായത് ഞാൻ ആൻറ്റിയെ ഞാൻ ഓക്കെ, അത് പ്രായമുണ്ട്, സമ്മതിക്കാം. ആ ചേച്ചി ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, ചേച്ചിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരാളെ ഇതിനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ തന്നെ തോന്നി നമ്മുടെ കഥയിൽ കറക്റ്റ് കണ്ടന്റും പേരും എല്ലാം ഒരുപോലെ. അന്നേരം തന്നെ ഞാൻ നിങ്ങൾ പറയുകയും ചെയ്തേടാ, പേരെന്തായാലും ഓൾറെഡി സെറ്റായി. കാരണം നാപ്റ്റോളിൽ നിന്ന് ഒരു സാധനം മേടിച്ച് വീട്ടിൽ ഉപയോഗിക്കുന്നവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വലംപിരി ശംഖ് തന്നെ പേരിട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, കുറെ ആൾക്കാർക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റിയ പേരൊന്നും മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എൻ്റെ പേര് ഷിജോ എന്നാണ്, ഷിജോ പി എബ്രഹാം. ഞാൻ കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഫോളോ 3-4 ചാനൽസ് ഉണ്ട്. ഒരു 6 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു ചാനൽ, വെറും 6 ലക്ഷം. പിന്നെ 4 ലക്ഷം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലുണ്ട്. പിന്നെ അത് ഞാൻ ഫേസ് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ചാനലുകളാണ്. അതല്ലാതെ കുറേ വേറെ ചാനൽസ് ഉണ്ട്. അതിലൊക്കെ ഒരു 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ മെയിനായിട്ട് യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള കണ്ടന്റുകൾ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരാള് പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. യൂട്യൂബ് ഗുരു എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ കണ്ടോളാം. ഇനി അടുത്ത ചേട്ടൻ പറഞ്ഞു. എൻ്റെ പേര് അജീഷ് എന്നാണ്. ഞാൻ എറണാകുളത്ത് എടപ്പള്ളിയിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. സിവിൽ എഞ്ചിനീയറാണ്. ഞാനും സിവിൽ എഞ്ചിനീയർ അല്ല, എഞ്ചിനീയറാ. വെയിലത്തിറങ്ങണ്ട ഉള്ള ഗ്ലാമർ പോവും. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഫാക്ഷനും എല്ലാം സിനിമ തന്നെയാണ്. അതിനുവേണ്ടി
ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ആള്. പേര് ഷംനാഥ്. ഈ മൂവിയിൽ എഡിറ്റിംഗ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സൈഡിലായിട്ട്. പിന്നെ ഇതിനകത്ത് സോങ് ഉണ്ട്, നമുക്ക് അടിപൊളി 2 സോങ് ഉണ്ട്. അതിൻ്റെ 2 സോങ്ങിന് ലിറിക്സ് ഒക്കെ ഇവനാണ് എഴുതിയേക്കുന്നത്. അത് കേട്ടാലും ഇത്രയൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞോളൂ. അത് സ്വന്തമായിട്ട് പറയാൻ ഇഷ്ടമില്ലായിരിക്കും, അടുത്തിരിക്കണവരായിരിക്കും ഇനി എൻ്റെ പേര് ഷഹനാദ് എന്നാണ്. ഞാൻ ഇപ്പം തൃശ്ശൂർ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഡയമണ്ടിന്റെ മാനുഫാക്ചറിങ്. ഞാൻ പഠിച്ചത് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സാഹചര്യങ്ങൾ നമ്മളൊക്കെ എഞ്ചിനീയേഴ്സ് ആയിട്ട് എന്താ ഇപ്പൊ ഒരേ ഫ്ലോറിലൊന്നും ഇരിക്കല്ലേ? അല്ല, എഞ്ചിനീയർ പഠിച്ചവർ മാത്രമല്ല, ഞാൻ നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് 10-12 വർഷം ചെയ്തതാണ്. അത് കഴിഞ്ഞ് അത് വിട്ടിട്ടാണ് ഞാൻ ഫുൾ ടൈം ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത്. കൊള്ളാം, നല്ല കാര്യം. എന്തായാലും ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾ 4 പേരാണെങ്കിലും ഇനി വേറൊരാളും കൂടെ ഇവിടെ ഉണ്ടാവേണ്ടായിരുന്നു. ഒന്ന് ഡിബിൻ ചേട്ടനാണ്. പുള്ളിക്ക് പേഴ്സണൽ കാര്യമുള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് ആഷിക്കാണ്. ആഷിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തതെന്ന് പ്രേക്ഷകരോട് പറയൂ. ശരിക്കും ഈ വലംപിരി ശംഖ് ആകുമായിരുന്നില്ല നമ്മുടെ ഒരു ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്. ഇത് അപ്രതീക്ഷിതമായൊരു സിനിമയായിട്ട് സംഭവിച്ചതാണ് ഈ വലംപിരി ശംഖ്. നമ്മൾ ഏകദേശം ഒരു 5-8 വർഷം മുമ്പ് ഒലക്ക എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പേര് കേട്ട ആൾക്കാർ ചിരിക്കും, കാരണം അത് തന്നെയാണ്. ഇപ്പം നമ്മൾ പേര് ആരിൽ നമ്മളോട് യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് ചോദിക്കും, നമ്മൾ ഒലക്ക എന്ന് പറയും. അവർ എന്തൊരു വേറെ കാര്യമുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ നമ്മൾ ഒലക്കലന്മാർ പോകുന്നത് അങ്ങനെ പറയത്തത്. അതിപ്പോൾ നമ്മുടെ പടത്തിനെ കുറിച്ചും ഈ പോസ്റ്റേഴ്സൊക്കെ വന്നതിന് ശേഷം പറഞ്ഞു ഒലക്കലെ പിള്ളേരുടെ സിനിമ ഇറങ്ങുന്നത്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അത് നമുക്ക് സന്തോഷമുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബിൽ വീഡിയോസ്, അതായത് റീൽസും അതല്ലാതെ വെബ് സീരീസുകളാണ് മെയിനായിട്ട് ചെയ്തത്. വെബ് സീരീസൊക്കെ ചെയ്ത് വരുമായിരുന്നു. അപ്പം നമ്മളൊരു 5-8 പേര് മെയിനായിട്ട് നിൽക്കുന്നുണ്ട്. കൂടാതെ ഒരു 40 പേരോളം ഇപ്പം മൊത്തത്തിൽ ടോട്ടലുണ്ട് അതിൽ. അങ്ങനെ വെബ് സീരീസൊക്കെ ചെയ്ത് വന്ന സമയത്ത് ലാസ്റ്റ് ചെയ്ത ഒരു വെബ് സീരീസ് ആയിരുന്നു ഈ വലംപിരി ശംഖ് എന്നത്. അത് സ്ക്രിപ്റ്റ് എഴുതിയതും ഷൂട്ട് ചെയ്തതും എല്ലാം ഒരു വെബ് സീരീസ് എന്ന രീതിയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഷൂട്ട് ഒരു 90-95% കംപ്ലീറ്റ് ആയപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ 5 പേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഒലക്ക എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓരോ പ്രൊജക്റ്റിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന 5 പേരാണ്. അത് അജീഷാണ്, ഇത് അനിയനാണ് ഷഹനാദ്, പിന്നെ 2 പേരുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞ ആളൊരു പോലീസുകാരനാണ്, പിന്നെ ആഷിക്ക്. ഞങ്ങൾ ഇത്രയും പേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ ഈ ഷൂട്ടിൽ 95% കഴിഞ്ഞപ്പം ആഷിക്ക് എന്ന് പറഞ്ഞ എന്താ കാരണം അറിയത്തില്ല, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കാരണം പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. അന്വേഷണം നടന്നിട്ടുണ്ട്. കാര്യം നമുക്ക് മാക്സിമം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എല്ലാവർക്കും അന്വേഷിക്കാൻ പറ്റുന്നത് പോലീസിന്റെ ഭാഗത്തുള്ള എൻക്വയറി നടന്നു. പക്ഷേ അന്നത്തെ ദിവസം എന്താ അതിന്റെ തലേദിവസം ഞങ്ങൾ വിളിച്ചാണ്. കൂളായിട്ട് സംസാരിച്ചു. ഇത് തീർച്ചയായിട്ടും. കാര്യം അതിന്റെ തലേദിവസം 2 ദിവസം മുമ്പ് വിളിച്ചവർ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ചേട്ടന് ഇത് തന്നെ ആക്സിഡന്റ് ഉണ്ടായി, കാലിലോട്ട് ടൈല് വീണിട്ട് അന്നേരം അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന സമയത്ത് ഇവനാണ് എന്നെ വിളിച്ച് പറയുന്നത്. അന്നേരം ജസ്റ്റ് ചേട്ടാ ഇതുപോലെ പുള്ളി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവനെ നമ്മളെ വിളിച്ച് പറയുന്നതല്ല, ആഷിക്ക് വിളിച്ചു പറയാം. നമ്മളതെല്ലാം സൂര്യബിജ് ഞങ്ങളെല്ലാം കുറച്ച് ഫ്രണ്ട്സൊക്കെ കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട്. അന്നേരം ആ സമയത്ത് അവൻ ഫണ്ടും തന്ന അതിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചതാണ് 2 ദിവസത്തേക്ക് മുമ്പ്. വിളിച്ചത് അതിൻ്റെ തലേദിവസം ഞാൻ അന്നേരം ഇവനോട് ഞാൻ പറഞ്ഞു, അത് പറഞ്ഞാണ് ഫോൺ വെച്ചത്, വേറെ അല്ല. അവസാനമായിട്ട് അതിൻ്റെ തലേദിവസം സംഭവം നടന്നത് ഇത്ര. ഏത് വർഷമായിരുന്നു അത്? ഇപ്പം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2023 സംഭവം. ജസ്റ്റ് അന്നേരം ഓൾറെഡി നമ്മൾ ആ ഷൂട്ട് കഴിഞ്ഞു 95%. ഇനി ഒരു സീനും ബാക്കി, അത്രയുള്ളതിൻ്റെ ഒരു ബാക്കി ഷൂട്ട് വരുന്നു ആഷിക്കിന്റെ പോർഷനിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹവും, നമ്മളൊരു 8 വർഷം മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ സിനിമ എന്നതായിരുന്നു എല്ലാവരുടെയും സ്വപ്നം. ഒന്നിച്ച് പല ക്വാളിഫിക്കേഷനിലും പഠിത്തത്തിലും പല രീതിയിലാണെങ്കിലും എല്ലാവരും സിനിമ എന്ന സ്വപ്നത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ അവരിങ്ങനെ ചോദിക്കും, നമ്മളെ എന്നാൽ ഇതുപോലൊരു സ്ക്രീനിൽ കാണാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ. ഓൾമോസ്റ്റ് ഞങ്ങളുള്ള സമയങ്ങളിൽ എറണാകുളത്തും ഉള്ള സമയത്ത്, തിരിച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള സമയത്ത് പടം റിലീസ് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമകളെല്ലാം ഞങ്ങൾ കുറിപ്പാണ് അവസാനം നമ്മൾ കണ്ടതിൽ. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ പോയിരുന്നു കണ്ട പടം. അങ്ങനെ കണ്ടപ്പം പറയും നമ്മളെന്നാണ് ഈ ബിഗ് സ്ക്രീൻ കാണുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ഞങ്ങൾ പറയും നമ്മൾ അതിൻ്റെ കടമ്പകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റും. ഇതിന് ഞങ്ങളെ അവൻ്റെ പേര് കലഫോൻ ആഷിക് എന്നാണ് അറിയപ്പെടുന്നത്. കലഫോൻ ഏകദേശം ഒരു
10-14 അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് മൂവി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പാട്ട് പാടും. 10-14 പേരുടെ സൗണ്ട് എടുക്കും. അത്യാവശ്യം പ്രോഗ്രാംസും ഒക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റ്. അടിപൊളിയായിട്ട് എല്ലാ നമ്മുടെ ഇപ്പൊ ഇവിടെ 4 പേരുണ്ടെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാനും മതി. അതാണ് അവൻ. അത് നമ്മുടെ നാട്ടിലുള്ളവർക്കും അവിടെ ഉള്ളവർ ചുറ്റുവട്ടത്തും എല്ലാവർക്കും അറിയാം അവൻ അങ്ങനെയാണ്. അപ്പൊ ആഷിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആണ് ഈ തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങൾക്ക് നമ്മുടെ കൂടെ എത്ര വർഷം കൊണ്ട് കാണും. നമുക്ക് അവനില്ലാതായപ്പം പിന്നെ നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അവനെ ബിഗ് സ്ക്രീൻ കാണാൻ അവൻ്റെ ആഗ്രഹം, നമ്മുടെ ആഗ്രഹം, അത് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അതിനുവേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കൾ ഇറങ്ങിയില്ല, പിന്നെ വേറെ ആരും ഇറങ്ങാൻ പറ്റില്ല. കാരണം നമ്മളെ ഇതൊരു 6 വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ അടുത്തൊരു പടമുണ്ട്, അത് പക്ഷേ 2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്ത സിനിമയുണ്ട്, പക്ഷേ അതെപ്പം ചെയ്താൽ അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെങ്കിൽ ആഷിക്ക് അന്നേരം അവിടെ കാണത്തില്ല. ആഷിക്കിന് വേണ്ടി ഒരു സിനിമ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ തീർച്ചയായിട്ടും നമുക്ക് ബിഗ് സ്ക്രീനിൽ വേറൊരു സിനിമയെ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ അവൻ അഭിനയിച്ച ലാസ്റ്റ് പ്രൊജക്റ്റ് അതെന്തായാലും സിനിമയായിട്ട് ഇറക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് എല്ലാവരും വർക്ക് നിങ്ങൾ ഓൾറെഡി പഴയ ആഷിക്കേട്ടന് കൂടെ അഭിനയിച്ച ക്ലിപ്സ് തന്നെയല്ലേ? അത് ആ ഒരു ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു, 95% കഴിഞ്ഞിരുന്നു. അതിനുശേഷം സിനിമ എന്ന് വരുമ്പോൾ വെബ് സീരീസിന്റെ ഒരു പാറ്റേൺ പറ്റില്ലല്ലോ, കുറച്ച് ചേഞ്ചസ് വരുത്തി ആഷിഖിന്റെ പോർഷനൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വെബ് സീരീസ് ഇങ്ങനെ തുടങ്ങി. എന്നാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഷേച്ചേട്ടൻ പറയടാ നമുക്കൊരു കാര്യം ചെയ്യാം, OTT വെബ് സീരീസ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, നമ്മൾ അങ്ങനെ ഒന്ന് ശ്രമിക്കും. കാര്യം ഈ യൂട്യൂബിൻ്റെ കാലഘട്ടമൊക്കെ കുറച്ചുകൂടെ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് നമുക്ക് ചിന്തിക്കാന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ OTT ഫോർമാറ്റിൽ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈമിലൊക്കെ ഇപ്പോൾ കുറേ അതിലുള്ള ഫോർമാറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഫോർമാറ്റ് ഷൂട്ട് ചെയ്യുക, കണ്ടന്റ് ആക്കുക, അവരെ കൊണ്ട് കാണിക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ ഇരുന്നത്. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സാധനം ഈ മൂവി തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു വിഷനിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു പാറ്റേൺ ക്വാളിറ്റി അല്ലാതെ അതുകൊണ്ട് ടെക്നിക്കലി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയി. യൂട്യൂബിന് വേണ്ടി ചെയ്തതല്ലേ? അതാ ഞാനും വിചാരിച്ചത്, യൂട്യൂബിന് വേണ്ടി ചെയ്ത സാധനം എങ്ങനെ നിങ്ങൾ തിയേറ്ററിലേക്ക് മാറ്റി. ഞാൻ വിചാരിച്ചു ടെക്നോളജി അത്രയ്ക്ക് പ്രോഗ്രസ് ആയോന്ന്, പക്ഷെ ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോർമാറ്റിൽ തന്നെ ചെയ്തത്. ഓക്കെ. അപ്പൊ ആക്ച്വലി അതുകൊണ്ടാണ് മൂവിയിൽ നിങ്ങൾ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. മൂവി നോക്കുവാണെങ്കിൽ ഇപ്പൊ എത്ര ഇൻഡിപെൻഡന്റ് മൂവി ആണെങ്കിലും ഏതെങ്കിലും ഒരു ബിഗ് സ്റ്റാർസിനെയും കൂടെ അവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഈ മൂവിയിലെല്ലാം ന്യൂ ഫേസസ് ആണ്. ഞങ്ങളത് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു. അല്ല, പഴയ ക്ലിപ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ തന്നെ റീഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണ്ടെന്ന് വെച്ചു. കാരണം നമുക്ക് വേറൊരാൾക്ക് അങ്ങനെ ഒരു ഇത് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിൽ പോകണ്ട, നമ്മുടെ കഥയുടെ പാറ്റേണെ വിടണ്ട, അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തിയേറ്ററിലേക്ക് എത്തിക്കുക. ആ ഒരു രീതിയിലായിരുന്നു ചെയ്തത്. പഴയ ആൾക്കാർ പറയും ഏച്ചു വെച്ച മുഴച്ചിരിക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പം ഒരു കഥ നമുക്ക് അത് ബിൽഡപ്പ് ചെയ്യാനെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ചുപേരെ കൊണ്ടുവന്ന് കുറച്ച് ആർട്ടിസ്റ്റിനെ കുത്തിക്കയറ്റി ചെയ്യാൻ പറ്റും. ഒരു കുത്തിക്കയറ്റി ചെയ്താലും നാച്ചുറാലിറ്റി ആ ഫീല് കിട്ടത്തില്ല പടത്തിന്. ഞങ്ങൾ ചെയ്തേക്കുന്ന ഒരു പടത്തിന്റെ ആ ഫീല് കിട്ടുമെന്നുണ്ട്. ആ കഥ ഇങ്ങനെ കാര്യം ഇവർ രണ്ടുപേരും ഉള്ള കോംബോ, ഷെഹനാദും ആഷിഖിലുള്ള കോംബോയാണ്. ആ കോംബോ ത്രൂ ആയിട്ട് വന്ന് അവസാനിക്കുന്നത് ഇവരിലൂടെ വന്ന് അവസാനിക്കുന്നതാണ്. അന്നേരം അതിനകത്ത് നമുക്ക് കുറച്ച് കുത്തിക്കയറ്റി കഥകൾ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് എങ്ങനെ കഥ ഇരിക്കുന്നോ അതിനെ കുറച്ചൊന്ന് മിനുക്കി ഈ പടം റിലീസിന് ഒരുങ്ങുന്നത്. അഭിനയിച്ചവർ മാത്രമേ ഉള്ളൂ പുതുമുഖങ്ങള്. ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്ത്, അതായത് ടെക്നിക്കൽ നല്ല രീതിയിൽ തന്നെ നമ്മള് നല്ല മൂവീസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നിടത്ത് എഡിറ്റിംഗും എല്ലാ കാര്യങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട്. മൂവി നേരെ തിയേറ്റർ റിലീസ് ആണല്ലോ. അതിന്റെ റീസൺ പറഞ്ഞു, ആഷിഖിന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് ആണ്. എന്നാലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? കാരണം ഇപ്പോ പുതിയ ബിഗ് സ്റ്റാർസ് ഒന്നും ഇല്ല, അപ്പൊ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കാന്നൊക്കെ ഓർത്തിട്ട്. ഞാൻ പറഞ്ഞത് അത് നമ്മളെ ഇത് ആഷിഖിന്റെ മരണത്തിന് ശേഷം നമ്മൾ തീരുമാനിച്ച തീരുമാനമാണ്. ഞങ്ങൾ 4 പേരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ പടം തിയേറ്ററിലെത്തും. ഇനി ടെക്നിക്കലായിട്ട് ഒരു പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി ഈ പടത്തെ മുടക്കില്ലെന്നുള്ള രീതി കൊണ്ടാണ് നമ്മൾ ലാൽ മീഡിയയിലും കവർ പ്ലാന്റിലും പോയി വർക്ക് ചെയ്ത്. കാര്യം നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത് ഇതിന്റെ ക്വാളിറ്റി വൈസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെ ഇത് മറ്റു കാര്യങ്ങളല്ല കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ എല്ലാം നോക്കി എല്ലാം ഓക്കെ ആണെന്ന് തോന്നി നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. അതിനുശേഷമാണ് ആ ഒരു തീരുമാനം ഉറപ്പിക്കുന്നത്. പക്ഷെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളത് വെബ് സീരീസ് കണ്ടന്റ് ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്തെങ്കിലും സിനിമ ആയി കഴിഞ്ഞപ്പോൾ സംഭവം വേറെ ആയിട്ടോ. നമ്മള് വെബ് സീരീസിന് കണ്ടന്റ് ആണല്ലോ സിനിമയാക്കിയത് ചേട്ടൻ പറഞ്ഞല്ലേ. എന്നിട്ട് നമ്മളാ
ഇതിനകത്തിൽ ഇതാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന ബിൻസൻ ചാക്കോ എന്ന് പറഞ്ഞ് ചേട്ടനാണ് ചെയ്യുന്നത്. ബിൻസൻ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ബിൻസൻ ചേട്ടാ ഇതാണ് സംഭവം, നമുക്ക് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകന് ഒരു തിയേറ്റർ ഫീഡ്ബാക്ക് കൊടുക്കുന്ന മൂവി ആയിരിക്കണം നമുക്ക്, അല്ലാതെ നമുക്ക് തല്ലിക്കൂട്ടി സാധനം ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കൊണ്ടുപോയി നമുക്കിത് ഇറക്കാനും പറ്റത്തില്ല. അന്നേരം ചേട്ടൻ പുള്ളി എന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം വർക്കൗട്ട് ചെയ്യാൻ പറ്റും, തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നം കാണത്തില്ല, പക്കയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ച ഈ സാധനം തിയേറ്ററിൽ തന്നെ വന്നത്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ കാര്യം, ആർട്ടിസ്റ്റ് ഇല്ലെങ്കിലും പടങ്ങൾ കാര്യം നമുക്കിതെന്തായാലും ബിഗ് സ്ക്രീനിൽ കാണിച്ചേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണ്, എന്തൊക്കെ വന്നാലും നമ്മൾ കാണിക്കുന്നുള്ള തീരുമാനമാണ്. പിന്നെ ആർട്ടിസ്റ്റ് ഇല്ല എന്നത് അങ്ങനെ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടെക്നിക്കലി ഇത് കവർ ചെയ്തത്. കണ്ടന്റ് ആർട്ടിസ്റ്റ് വേണമെന്നില്ല, കണ്ടന്റ് നല്ലതാണെങ്കിൽ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റും. 2 മണിക്കൂർ കയറി കാണാൻ പാടുന്നത് ഒരു പടത്തിന് കയറി നമ്മൾ എൻജോയ് ചെയ്ത് മാക്സിമം കാണാനാണ് ശ്രമിക്കുന്നത്. അന്നേരം ആ 2 മണിക്കൂർ എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉള്ള ഒരു, അതല്ലേ ഞാൻ പറയാം, ഈ ഫേസ് റീച്ച് ഉള്ളവരെ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എൻഗേജിങ് ആണ് സാധനം. സ്റ്റോറി വൈസ് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഒറ്റ ദിവസം നടക്കുന്ന കഥ. അതായത് ഇതിനകത്തൊരു 21 പേരാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിലൊരു 18 പേർക്കും ഒരേ പ്രാധാന്യമാണ്. ഓക്കെ, അപ്പൊ ഒരു ഹീറോ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയല്ല, ഇൻസ്പയർഡ് ആയിട്ട് എടുത്ത സ്റ്റോറി ആണോ? ഇല്ല, സംഭവം നമ്മളെ കുറച്ചൊന്ന് കുഴപ്പിക്കണം കാണുന്നവരെ നമ്മൾ ചുറ്റി കാണുന്നവർക്ക് ഈ ആദ്യം കാണുന്നവന് അവസാനം ഇതിന് എന്താണെന്ന് അറിയാവുള്ളൂ. അത് ഞങ്ങളുടെ ഭാഷയായിരുന്നു. ആദ്യം കാണുന്ന ഓപ്പണിംഗ് സീനിങ് കാണിക്കുന്ന സീൻ ഏറ്റവും അവസാനം അതിന്റെ എൻഡിങ് ഞങ്ങൾ കാണിക്കത്തുള്ളൂ തീരുമാനിച്ചു വെച്ചിട്ട്. അതെ, അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഫസ്റ്റ് ഹാഫ് എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഇത്ര നേരം എന്താ കണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ ഒന്ന് ആലോചിക്കാനുള്ള ഇത് തരും. അങ്ങനെയാണ് നമ്മളൊരാളെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നു. പുള്ളി ഇത് കണ്ടിട്ട് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, എന്നാലും ഞങ്ങൾ പറഞ്ഞു ഇന്റർവെൽ അല്ലേ, ഓക്കെ നമുക്ക് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് എന്തിനാ ബാക്കിയുള്ള കാണട്ടെ എന്നാണ് പുള്ളി പറഞ്ഞത്. കാര്യം എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അത് നമ്മൾ കൊണ്ടുവന്ന് ഈ പടത്തിൽ വെച്ചിട്ടുണ്ട്. ക്യൂരിയോസിറ്റി ഉണ്ട്, ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് എന്തായാലും നമ്മൾ ഫുൾ പക്ഷേ എൻഗേജ്ഡ് ആണ്. എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റിയ എല്ലാ ആൾക്കാർക്കും കുടുംബ പ്രേക്ഷകർ. ഈ മൂവി ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു? ഒക്കെ പോയത് കാണായിരുന്നു അമ്മയുടെ അടുത്തൊന്ന് കൊറേ. നിങ്ങൾ പിന്നെ 2 പേരും കൂടി ഉള്ളതുകൊണ്ട് ഇല്ല, അങ്ങനെ വീട്ടില് പ്രശ്നമില്ലാത്ത ആളുകളില്ലല്ലോ. പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനമായി സിനിമ തിയേറ്ററിലേക്ക് എത്തുന്ന സ്റ്റേജ് എത്തിയപ്പോൾ എല്ലാവർക്കും ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അല്ല, 2 മക്കളും കൂടെ സിനിമയ്ക്ക് വേണ്ടിട്ട് അതാണ് പറയുന്നത്. ഒരുത്തനേലും ഒന്ന് പോകായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അവൻ നേരെ ആയിരുന്നു, ഇവനാണ് അവനെ ഈ വഴിക്ക് കൊണ്ടുപോകുന്നത്. അവൻ പഠിച്ച് ആ ഒരു ഫീൽഡിൽ പോകാൻ നിൽക്കുമായിരുന്നു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഒരു കൊറോണ കഴിഞ്ഞ ടൈമില്ല, ജോലി ബാംഗ്ലൂർ ശരിയായിട്ടുണ്ട്, പോകണോ നിൽക്കണോ എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒന്നും നോക്കണ്ട, നിന്നോളെ. അങ്ങനെ കൊണ്ട് നിർത്തി. പിന്നെ ഞങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് മാറി. മാരകമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചല്ലേ. ഇല്ല, അവന്റെ കയ്യിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഷംനാഥ് പറഞ്ഞു, നിന്നോട് ഈ ഷംനാഥ് ഡയറക്ഷൻ ചെയ്ത ഷംനാഥ് സ്ക്രിപ്റ്റ് നോക്കിയെന്ന് പറഞ്ഞു. ഷംനാഥ് ഇടയ്ക്ക് പറഞ്ഞു, നിന്നോട് ഈ എഴുതാത്ത ഡയലോഗ് ഒന്നും പറയാൻ പറഞ്ഞു. അതൊരു സംഭവമുള്ളൂ. കുറെ വഴക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാം പിന്നെ സെറ്റായിട്ട് ചെയ്യുന്നോണ്ട് പിന്നെ കേൾക്കാറില്ല. ശരി, കേൾക്കാറില്ല. ഇപ്പുറത്ത് വന്ന് നിൽക്കും, ഇപ്പുറത്ത് നിൽക്കുമ്പോ പറയും, നീ എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്, നിന്നോട് ഞാൻ അതാണോ പറഞ്ഞത്. തമാശ പറഞ്ഞ കേട്ടോ, തമാശയായിട്ട് തോന്നിയില്ലല്ലേ. ഇവരെ കുറിച്ചുള്ള അഭിനയത്തെ കുറിച്ച് പറഞ്ഞുതരാം. ആഷിക്കും കൊച്ചും പിന്നെ ഇതിനകത്ത് ഗൗരി എന്ന് പറഞ്ഞൊരു ഒരു കുട്ടിയുണ്ട്. അവരുടെ സീനാണ് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ വന്നപ്പോൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെളിയിലിരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ ആകാശനൊക്കെ ഞാൻ ചോദിച്ചാൽ ആകാശം എന്താ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നത്, എന്തോ പറ്റി എന്ന് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടോ? ഇല്ല, എന്നാൽ ഞാൻ തോംസൺ ബേക്കറിയാണ് പത്തനംതിട്ട ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. തോംസൺ ബേക്കറി അകത്ത് ഞാൻ പറഞ്ഞ കസ്റ്റമർ വന്നോണ്ട് മാറ്റിയിട്ടേക്കണം. ഇല്ലല്ല, ഞാൻ ചെന്ത കാര്യം എന്തോ, ലവന്മാർ 2 കൂടെ അവിടെ കിടന്ന് ഒരു ഡയലോഗ് പോലും നേരിട്ട് പറയുന്നില്ല. ഞാൻ ആ ക്യാമറ ഓണാക്കത്തില്ല, ഇമാരാണ്. കാര്യം അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത്, ആ പെണ്ണ് 3ാമത്തെ ഷൂട്ടിൽ തീർത്തു. ഇവന്മാർ അവിടെ കിടന്ന് ഇവരെന്ത് ചെയ്താലും ഇവര് പറയാതെ ഇനി ഷംനാഥ് പറഞ്ഞത് ക്യാമറ ഓൺ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പഠിച്ചിട്ട് അതൊക്കെ ഇവർ ഒരു ആഷിക്കപ്പുറം, നീ അത് ആഷിക്ക് ഇവനെ പഠിപ്പിക്കുക, ഇവനോട് ആഷിക്കുണ്ടോ, നീ ആദ്യം ഒന്ന് പറയണം, അത് നിന്റെ ഡയലോഗ് അല്ലേ, എന്റെ കുറച്ചല്ലേ ഉള്ളൂ. ആഷിക്ക് നീ കൗണ്ടർ പറയുന്നുണ്ടോ, തെറ്റിപ്പോന്നെന്ന് പറയും. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഏകദേശം ഒരു, എന്നിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് ഷിയച്ചേട്ടൻ്റെ ഒരു സീൻ എടുക്കണമായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ഉണ്ടാക്കേണ്ട വന്നു. അന്ന് ചെയ്യേണ്ട പറ്റിയില്ല, കാര്യം ഇവന്മാർ എന്റെ ഡയലോഗ് പറയണ്ടേ. ഇതിൽ വേറെ 4 ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഉണ്ട്. ആരൊക്കെയാ? ദിബിൻ സുരേന്ദ്രല്ലേ, ദിബിൻ ചേട്ടനുണ്ട്, പിന്നെ ജാക്സൺ ചേട്ടനുണ്ട്. ജാക്സൺ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ
പിന്നെ മണിയമ്മ എന്ന് പറഞ്ഞ A2Z ഒക്കെ വാഹനമൊക്കെ ഓടിക്കില്ലേ, JCB Hitachi ഒക്കെ ഓടിക്കുന്നത്. പിന്നെ ഈ 2 ഫീമെയിൽ കഥാപാത്രം ചെയ്തിട്ടുള്ള ഗൗരി ലക്ഷ്മി പ്രകാശ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി പ്രകാശ് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലേ. ഓക്കെ. നിങ്ങളിപ്പോ ഇത് മൂവി മൊത്തത്തിൽ അങ്ങനെ വലിയ ചാലഞ്ചസ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ വലിയ ചലഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഷൂട്ടിങ്ങിന് പ്രശ്നങ്ങളൊന്നും വന്നില്ല. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് സിനിമയാക്കാൻ പോകുന്നതിന്റെ ഒരു ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഗ്യാങ്ങിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആളാരാ? ആഷിക്കായിരുന്നു. ആഷിക്കുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്, സെറ്റ് രസമാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മള് മിസ് ചെയ്യുന്നില്ല, കാര്യം കൂടെ നമ്മൾ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവൻ ഇല്ലാന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. കാര്യം നമുക്ക് ബുദ്ധിമുട്ടാവും. അവൻ ഉള്ളതുകൊണ്ടാണ് ചിലപ്പം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതെന്ന് കരുതാം. ആ ഷൂട്ടിന്റെ സമയത്ത് പോലും അതായത് ഉച്ചയ്ക്ക് എന്തായാലും ഫുഡില്ല, കഴിക്കാൻ സമയമില്ല, കാര്യം നമുക്ക് തീർക്കണമുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പട്ടിണിക്ക് നിന്നവനാണ്. അവന് വേണ്ടി ഞങ്ങൾ പിന്നെ ഇത് ചെയ്തില്ല, പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. എന്തായാലും മൂവി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പ്രേക്ഷകരും ആ ഒരു ഫ്രണ്ടിനെ ആഷിക്കിനെ എന്തായാലും ഓർക്കണം. പിന്നെ കാര്യം അവനെ കാണണം, അതാണ് നമ്മുടെ ലക്ഷ്യം. മൂവിയിലൂടെ എല്ലാവരും ആഷിക്കിന്റെ പേര് ഓർക്കും. ഞങ്ങൾ ഒരു വലിയ ബിഗ് ഫിലിമൊന്നും അല്ല, ചെറിയൊരു മൂവിയാണ് അത്. പക്ഷെ അവനെ കാണണം, അത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പം മൂവിയായിട്ട് അനൗൺസ് ചെയ്ത ഒരു ടൈമിൽ ഒരുപാട് പേര് നമ്മളെ പിന്തിരിപ്പിക്കാനും നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയ പ്രശ്നമാണ്, ഭയങ്കര പണി കിട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ആ രീതിയിൽ വന്നിട്ടുണ്ട്. ആളുകളുടെ സപ്പോർട്ട് വരെ തുടക്കത്തില്ലായിരുന്നു. ഒത്തിരി പേരെ നമ്മൾ ഇത് സമീപിക്കും. കാര്യം നമ്മൾ ആ തുടങ്ങി ഇത് ഇങ്ങനെ തിയേറ്ററിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പല പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചു. കാര്യം അവർക്ക് പറയുന്ന ആർട്ടിസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഈ പടം എടുത്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരുന്ന കണ്ടന്റ് കണ്ടിട്ട് അവർക്ക് ചിലപ്പം അവർ ഞങ്ങളൊരു മൂവി തുടങ്ങുന്നത് ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് എടുക്കുന്നത് സ്വാഭാവികം സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പലരെയും സംബന്ധിച്ചത് ഒരു സപ്പോർട്ടിന് വേണ്ടി പോലും നമ്മൾ സപ്പോർട്ട് ചോദിച്ചു പലരുടെയും അടുത്ത്. ഒത്തിരി പേർ ഞങ്ങളൊരു 3 മാസം ഇതിനു വേണ്ടി തന്നെ നമ്മൾ കണ്ടിന്യൂസ് അല്ലടാ കുറെ പേരുടെ അടുത്തുനിന്ന് ഒരു അവഗണന പോലെ. തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് നോക്കി എല്ലാവർക്കും വേണ്ടത് ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരു ആർട്ടിസ്റ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് എടുക്കാൻ ബിസിനസിന്റെ ഇടയ്ക്ക് സെന്റിമെന്റ്സ് ഒന്നും ആരും നോക്കില്ല. സ്റ്റോറി പോലും നോക്കാതെ ആർട്ടിസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് സ്റ്റോറി. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 100% കണ്ടന്റ് ഉണ്ട്, നമ്മൾ കാണിക്കും, ഞങ്ങളെ കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ 100% വിശ്വസിച്ച് പറയാമെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിനെ കുറിച്ച്. ഈ പടം പകുതിക്ക് വെച്ച് നിർത്തി. നമ്മളെ ലാൽ മീഡിയ പോയിട്ട് നമ്മള് ഡബിങ്ങിന് നല്ല സപ്പോർട്ടാണ്. അവര് ഇപ്പോഴും ഈ ചിലപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മുന്നോട്ട് പോവോ ചെയ്യുവോ ട്രസ്റ്റ് ചെയ്തു അവർ വിശ്വസിക്കുന്നത് കൂടെ നിൽക്കുകയും ചെയ്തു. ഈ ഒരു പോയിന്റ് വരെ ബിജു ചേട്ടനാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ. പുള്ളി കഴിഞ്ഞ ദിവസം നമ്മുടെ മിക്സിങ് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു എനിക്കൊരു പ്രശ്നം, എനിക്ക് ആദ്യം തോന്നിയാണ് നിങ്ങൾ ഇത് ഫിനിഷ് ആക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞു ഇത് ഇത്ര ആക്കിയല്ലോടാ, ഇതിന് നിങ്ങൾ വിജയാന്ന് പറഞ്ഞു. അതെ, ആഷിക്കിന്റെ ഫാമിലി ഒക്കെ ഇപ്പോ എന്താ പറഞ്ഞ നിങ്ങള് ഈ മൂവിനെ കുറിച്ച് അറിഞ്ഞപ്പോ, അവന് വേണ്ടി ചെയ്യുന്ന മൂവിയാന്ന് അറിഞ്ഞപ്പോ? സന്തോഷമാണ്. അത് നമുക്ക് അവനില്ലാതൊരു നമുക്ക് എനിക്കാണെങ്കിൽ ആ വീട്ടിൽ അതിനുശേഷം ഞാൻ 1-2 വട്ടം മാത്രമാണ് അവിടെ വീട്ടിലോട്ട് പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണ്, കാര്യം അവന്റെ കൂടെ മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഞാൻ ഷംനാദിന്റെ വീട്ടിലോട്ട് ഷംനാദിന്റെ വീട്ടിൽ വെച്ച് എഡിറ്റിംഗ് ഒക്കെ നടക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ എന്നും വൈകിട്ടാണ് ഒരു 6 മണിക്ക് ശേഷമാണ് ഇരിക്കുന്നത്. അന്നേരം ഞാൻ ആഷിക്കിന്റെ വീട്ടിൽ ചെന്ന് ആഷിക്കിനെയും കൂട്ടി ഇങ്ങോട്ട് ഇവരുടെ വീട്ടിലാണ് പോകുന്നത്. എന്നിട്ട് ഒരു 12 മണി 1 മണി 2 മണി ആ റേഞ്ചിലാണ് തിരിച്ചു പോകുന്നത്. അന്നേരം എന്നും ചെന്ന് അവിടെ ചെന്നിട്ട് 2 ഓൺ അടിക്കും, അവൻ കയറി വരും, പോവും, തിരിച്ച് ആ വൈകിട്ട് കൊണ്ടുവിടും. അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നമ്മൾ നാട്ടിൽ പോലും അങ്ങനെ നിൽക്കാറില്ല. അതിനുശേഷം ഈ ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ അങ്ങനെ നാട്ടിൽ പോലും കാര്യം നമുക്ക് അവിടെ നിൽക്കാൻ പിന്നെ ഒരു ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ പോകാറുമില്ല. അല്ലേ? വീട്ടിലോട്ട് പോയാലും എന്തെങ്കിലും ആവശ്യമുണ്ട് പോകും, തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാവരും ജൂലൈ 25-ന് വലംപിരി ശംഖ് മൂവി തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു ഗൈസ് ഫോർ കമ്മിങ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.